കിടുക്കാച്ചി വണ്ടിയാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ചില്ലെന്നും പറഞ്ഞ് നിൽക്കുന്ന. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളിന്ന് മെക്കാനിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതാണ്ട് ഈ ഒരു മുതലിനെയാണ്. കണ്ടാൽ പെട്ടെന്ന് സിയാസിനോട് രൂപസാദൃശ്യമുണ്ടെങ്കിലും ഇത് നമ്മളുടെ സ്വന്തം കിസാഷിയാണ്. അതായത് കിസാഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വിക്ടറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, സുസുക്കി വിക്ടറയുടെ. അത് കണക്ക് ഒരു റെയർ പീസായിട്ടുള്ള ഒരു കിടിലം സാധനമാണ്. പക്ഷേ എന്തുകൊണ്ടോ വിജയിച്ചില്ല. മൈലേജും പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ കൊറോളയുടെ കൂടെയോ ക്യാമറയുടെ കൂടെയൊക്കെ കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്നൊരു മുതലാണ് ഈ സാധനം. അതായത് നമ്മൾ പപ്പടമെന്നും വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന സുസുക്കിയുടെ സ്വന്തം പപ്പടമല്ലാത്ത ഒരു കിടുക്കാച്ചി മുതൽ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു വാഹനം നിലവിൽ ഇപ്പം വലുതായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ മൈലേജും മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം വിലയുടെ ഭാഗത്തോട്ടാണെങ്കിലും മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്പെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം നല്ല ചിലവ് വരുന്ന ഒരു സാധനമാണ് ഈ ഒരു കിസാഷി എന്ന് പറഞ്ഞാൽ. നല്ല സൂപ്പർ വണ്ടിയാണ് കേട്ടോ. പക്ഷേ മൈലേജ് മാത്രമല്ല, സ്പെയർ പാർട്സും ഇത്തിരി നല്ല വലിയ ഡോറാണ്. നമുക്ക് വൈഡായിട്ട് തുറക്കാനൊക്കെ പറ്റും. നിങ്ങൾക്കിതിൽ കയറി ഇറങ്ങാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. അതെ, നമ്മളെ മക്കൾ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു ഡോറ് വലിയ ഒരു ഡോറാണ്. എൻട്രൻസ് ഒക്കെ നല്ല ഹെവിയാണ്. അത് കണക്ക് തന്നെ ഇത് ഏകദേശം ഒരു 90 ഡിഗ്രിക്ക് അടുപ്പിച്ച് ഇത് കണക്ക് ഓപ്പണാക്കി വെക്കാൻ പറ്റും. കയറി ഇറങ്ങുന്ന കാര്യത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കണക്ക് സിമ്പിളായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ വരുന്ന ഒരു സീറ്റാണ്. അത്യാവശ്യം ഒരു ലക്ഷറി വാഹനമാണ്. അതായത് സുസുക്കിയിൽ നിന്ന് വരുന്ന ഒരു ലക്ഷറി വാഹനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ ഒരു സൂപ്പർ വണ്ടി എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വാഹനത്തിൽ പറയാൻ പറ്റും. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം ഒരു സൂപ്പർബായിട്ടുള്ള, കണ്ടാൽ വാവ് അടിപൊളി എന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ്. നമ്മൾ ഈ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പൊക്കി വയ്ക്കുകയാണെങ്കിൽ ഹെഡ് റൂം വളരെയധികം കുറവാകാറുണ്ട്. ചില വണ്ടിയിൽ നമ്മൾ സീറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താലും ഹെഡ് റൂമിന് വലിയ വിഷയം വരത്തില്ല. പക്ഷേ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമിന് പ്രശ്നം വരുന്നുണ്ട്. പൊക്കി വെക്കുമ്പോഴത്തേക്ക് സീറ്റ് താത്ത് വെക്കാൻ പറ്റും. പൊക്കി വെച്ചാൽ മാത്രമേ നമുക്ക് കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. പലരുടെയും പല രീതിയിലാണ് ഈ വണ്ടി ഓടിപ്പും കാര്യങ്ങളൊക്കെ. ഞാനിപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് പറയുന്നത്. ഓട്ടോമാറ്റിക് വാഹനമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും മാന്യമായ ഒരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. മാന്യമായ ഒരു ഹെഡ് റൂം എന്ന് പറയുകയാണെങ്കിൽ അപ്പം സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തല തട്ടും. ഒരു ചെറിയ ഇങ്ങനെ ചാടിയാണെങ്കിൽ തല തട്ടും എന്നൊരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷേ തട്ടത്തില്ല. ഇനി നമുക്കിനി പാസഞ്ചർ സൈഡിലോട്ടൊന്ന് പോവാം. ഈ കോ ഡ്രൈവർ ഡോറും വൈഡായിട്ട് തുറക്കാൻ പറ്റും. കയറി ഇറങ്ങുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ വാപ്പയെ കണക്കുള്ള ആൾക്കാർക്ക് ലെഗ് റൂമും ഹെഡ് റൂമും നല്ല രീതിയിൽ ഈ വണ്ടിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഡോറ് വലുതാണ്, നല്ല സ്ട്രോങ് ആയിട്ടോ ഡോറൊക്കെ. പക്ഷേ എൻട്രൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തിരി ചെറിയ എൻട്രൻസ് ആണ് വരുന്നത്. കണ്ട. അപ്പോൾ നമുക്ക് കയറി ഇറങ്ങുന്ന കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. പിറകിലോട്ട് വരുമ്പോൾ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും നല്ല ഭയങ്കര ബെഡ്റൂം എന്ന് പറയുന്നത് മാന്യമായ ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 5 പേർക്ക് സുഖകരമായ രീതിയിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സെൻട്രൽ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. മാക്സിമം എൻ്റെ ഒരു പോസ്റ്റിലാണ് ഇട്ടേക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂമും അതിനൊക്കെ തന്നെ തരക്കേടില്ലാത്തൊരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത് എനിക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ സെൻറ്റർ സൈഡിൽ ഇവിടെ ഒരു സെൻറ്റർ ടണൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമേ നന്നായിട്ട് ഇരിക്കാൻ പറ്റൂ. വലിയവർക്കൊരു കുത്തിയിരിക്കുന്ന ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വള്ളിയടിക്കാണ് കേട്ടോ. എന്നെ കണക്കത്തെ 2 പിള്ളേർക്ക് ഇതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാം. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. നമുക്കിനി വണ്ടിയുടെ എൻജിൻ സൈഡ് നോക്കാം. ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ ബോണറ്റിന്. എനിക്ക് ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുള്ളൂ. നല്ല സുന്ദര ലുക്കും മുട്ടൻ ഗ്രില്ലും വലിയ ഹെഡ്ലൈറ്റും ആണ് കേട്ടോ ഇനി വരുന്നത്. 175 bhpയും 230 Nm ടോർക്കും വരുന്ന ഒരു കിടിലം പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മളൊരു വണ്ടിയിൽ വരുന്ന എൻജിൻ. 2393 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 4 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് എൻജിനാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ. ടൈമിംഗ് ചെയിനാണ് ഈ ഒരു എൻജിന് ടൈമിങ്ങിന് ഡ്രൈവ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 4 സിലിണ്ടർ ഇല്ലെങ്കിൽ ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഈ എൻജിന് കിട്ടുന്ന മൈലേജാണ് ഇവൻ്റെ വെറൈറ്റി. കമ്പനി 7.5 പറയുന്നുണ്ട്, 7 to 10. അതായത് സിറ്റി ഡ്രൈവിൽ 7.5യും ലോങ് ഡ്രൈവിൽ 10 പറയുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു 6 to 9 അതിനകത്തൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ചില്ലെന്നും പറഞ്ഞ് നിൽക്കുന്ന കിണ്ണ സാധനമാണ് ഈ കാണുന്നത്. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് മുൻഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന വാഹനങ്ങളുടെ സുസുക്കി വാഹനങ്ങളുടെ പോലെയൊന്നുമല്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ പാർട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു വാഹനമാണ് തീർച്ചയായിട്ടും കിസാഷി എന്ന് പറഞ്ഞാൽ.
ഈ ഒരു വാഹനം ABS സംവിധാനത്തോട് കൂടി വരുന്ന ഒരു വാഹനമാണ്. ABS ബ്രേക്കാണ്, ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ECM ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ത്രോട്ടിൽ ബോഡിയും അതിൻ്റെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇലക്ട്രോണിക്കലി ഫുള്ളി ഇലക്ട്രോണിക് കൺട്രോൾഡ് ഒരു ത്രോട്ടിൽ ബോഡിയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഇഗ്നേറ്ററുകളാണ് 1, 2, 3, 4 അങ്ങനെ 4 ഇഗ്നേറ്ററുകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഇതിൻ്റെ ABS കൺട്രോൾ യൂണിറ്റ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതിൻ്റെ മൊഡ്യൂളാണെങ്കിലും മോട്ടറും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ബ്രേക്കിൻ്റെ ബൂസ്റ്ററും അത് കണക്കിന് മാസങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് കണ്ടോ. എൻജിൻ സൈഡൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. നമ്മൾ കണ്ട് പരിചയമുള്ള എൻജിൻ പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകാം. സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേകതയോ മറ്റ് കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മഴ ചെറിയൊരു പണി തന്നു. നമുക്ക് നേരെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോകാം. ഇതിൻ്റെ ജർമ്മൻ വെഹിക്കിൾസ് നമ്മൾ ഫോക്സ്വാൻ്റെ വണ്ടിക്കും മറ്റൊക്കെ വരുന്ന കണക്ക് തന്നെ ഇത് ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞാണ് ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ചൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇൻഡിക്കേറ്റർ മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ വൈപ്പറാണ് വരുന്നത്. വണ്ടി സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് വെച്ചാൽ വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. മുൻഭാഗത്തെ സസ്പെൻഷൻ്റെ കാര്യം വരികയാണെങ്കിൽ മുൻഭാഗത്ത് ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് നേരത്തെ പറഞ്ഞിരുന്നു. അത് സാധാ രീതിയിലുള്ള ശക്തമായ ഒരു ലോവർ ആം, ടൈറോഡൻറ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, സ്റ്റെബിലൈസർ ലിങ്ക്, കട്ട് ബുഷ് ആ രീതിയിൽ വന്നിട്ട് ഒരു സ്റ്റഡ് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് മുൻഭാഗത്ത് സസ്പെൻഷൻ വരുന്നത്. പിൻഭാഗത്ത് വരുമ്പോഴത്തേക്കും ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. സ്റ്റെബിലൈസർ ലിങ്കും കട്ട് ബുഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോയിൽ വിത്തൗട്ട് ഷോക്ക് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പിൻഭാഗത്തെ സസ്പെൻഷൻ്റെ ഒരു ഭാഗം വരുന്നത്. വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. കാലങ്ങോട്ട് കൊടുത്താൽ വണ്ടി സർന്ന് പറഞ്ഞങ്ങോട്ട് കയറും. ഇതിപ്പം നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഒരുപാട് കാല് കൊടുക്കുന്നില്ല. ഇതിന് മൈലേജ് ഏകദേശം കിട്ടുന്ന 6 മുതൽ 9 വരെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാല് കൊടുത്ത് ഓടിച്ചാൽ മൈലേജ് നല്ല രീതിയിൽ കുറയും എന്നുള്ളതൊരു വാസ്തവമായിട്ടൊരു കാര്യമാണ്. നല്ല രസമുണ്ട് കേട്ടോ, വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര രസമുണ്ട്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നല്ല ബോഡി സ്ട്രെങ്ത് ഉള്ള ഒരു വാഹനവുമാണ്. നമ്മളൊരു വാഹനത്തിൽ യാത്ര ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമുണ്ട്. നല്ല കാല് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി ഷർന്നും പറഞ്ഞ് വലിച്ചിങ്ങനെ എടുത്തുകൊണ്ട് പോകും. ആ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ രീതിയിൽ തന്നെ ഇതിൻ്റെ മൈലേജും കുറയും. ഇപ്പം 7.4 ആണ് ഈ ഒരു വാഹനത്തിൽ മൈലേജ് കാണിച്ചിരിക്കുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്, നല്ല രസമാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഈ ഒരു വണ്ടി സ്വാഭാവികമായിട്ടും ഈ ഒരു വണ്ടിയോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുള്ളൂ എന്നുള്ളതൊരു വാസ്തവമാണ്. നമ്മൾ കിശാസി ഇങ്ങനെ മഴയത്ത് കിടക്കുകയാണ്. നമുക്ക് ഈ ഒരു വണ്ടി സെറ്റാക്കി തന്നത് നമ്മളെ പ്രജീഷാണ്. അപ്പോൾ നമ്മൾ ജിതിനും പ്രജീഷും ഇവർ രണ്ടുപേരുടെയും കൂടെ സ്ഥാപനമാണ്. ഇവിടുത്തെ മെക്കാനിക്കുകളാണ്, ടെക്നീഷ്യന്മാരാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാനടുത്ത് കാളികാവ് എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ്. MC റോഡ് സൈഡിലാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത്. നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് നിസാൻ, ഫോക്സ്വാൻ, സ്കോഡ എന്നീ വാഹനങ്ങളാണ് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ എവിടെ ആണെങ്കിലും കോട്ടയം ജില്ലയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും എന്ത് വർക്കിനാണെങ്കിലും നമ്മളെ സമീപിക്കാവുന്നതാണ്. അത് എല്ലാവിധ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ചെയ്തു തരുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പണിക്ക് 100% ഗ്യാരണ്ടി ഉണ്ടായിരിക്കുന്നതാണ്. എന്ത് കാര്യത്തിനും നമ്മളെ വിളിക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് വിളിച്ചാൽ മതി. വിളിപ്പുറത്തുണ്ടായിരിക്കും. പക്ക ഗ്യാരണ്ടി ആയിട്ട് വർക്കും ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.